ഈ വരുന്ന HST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ്? സിലബസ് കംപ്ലീറ്റ് ആയി പഠിച്ചു എന്ന് പറയാമോ? അല്ലെങ്കിൽ പ്രോഗ്രസ്സിംഗ് ആണോ? ഇനി എത്ര പേർ ഞാൻ പഠിക്കാൻ തുടങ്ങിയതേയുള്ളൂ എന്ന് പറയുന്നുണ്ട്? ആശ്ചര്യപ്പെടേണ്ട. ചിലർക്ക് എത്ര തന്നെ ശ്രമിച്ചാലും സാഹചര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട. ഇനിയാണ് പഠിക്കേണ്ടത്. എക്സാമിൻ്റെ ചൂടോടുകൂടി വാശിയോടെ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾ വിജയിക്കും. പരീക്ഷയോട് അടുത്തുള്ള ദിവസങ്ങൾ നമ്മുടെ മൈൻഡ് നല്ല ആക്റ്റീവായിരിക്കും, ഫ്രഷ് ആൻഡ് എനർജറ്റിക് ആയിരിക്കും. ഇനി പഠിക്കുന്നത് എന്തും നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ ആയിരിക്കും ഓർത്തു വയ്ക്കുക. പഠിക്കാനുള്ള ആവശ്യവും ആഗ്രഹങ്ങളും കൂടും. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഞാൻ സിലബസ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു, പക്ഷേ എക്സാം ഹാളിൽ ചെന്നപ്പോൾ ഞാൻ ബ്ലാങ്കായി പോയെന്ന്. അതായത് ടാബുല റാസ. പരീക്ഷയെക്കുറിച്ചുള്ള അമിതമായ ആൻസൈറ്റിയും തോട്ട്സും നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുകയുള്ളൂ. എന്തു തന്നെയായാലും ഈ എക്സാമിനെ ഫേസ് ചെയ്തേ പറ്റും. അപ്പോൾ ധൈര്യമായി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി മുന്നോട്ട് പോവുക. ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുന്നതോടൊപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിനെ ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുന്നതിന് നമ്മളെ സഹായിക്കും. നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നന്നായി പഠിച്ചെഴുതണമെന്ന് തീരുമാനമെടുത്തു. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് സാധിച്ചില്ല, സമയം കിട്ടിയില്ല. ഈ ചിന്തകളെയൊക്കെ മറന്നേക്കും. ഇനിയുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. മനസ്സ് ആകെ അസ്വസ്ഥമായിരിക്കുമ്പോൾ പഠിച്ച് വിജയിക്കാനുള്ള ആഗ്രഹവും ആവേശവും കൂടുകയാണ് വേണ്ടത്. ഈ ജോലി വാങ്ങേണ്ടത് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യമാണ് എന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. നിങ്ങൾ എത്ര പഠിച്ചു എന്നതല്ല പ്രധാനം. എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നോളജിനേക്കാളും വിസ്ഡത്തിനാണ് ഇമ്പോർട്ടൻസ്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ ഈ ചോദ്യത്തിന് ഉത്തരം എനിക്കറിയില്ല എന്ന് തീരുമാനമെടുത്ത് ചില ചോദ്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യും. പക്ഷേ ഒന്നുകൂടി ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഇവിടെ ആദ്യം പ്രവർത്തിച്ചത് ടെൻഷൻ ആണെങ്കിൽ പിന്നീട് കോൺഫിഡൻസ് ആണ് നിങ്ങളെ ഉത്തരത്തിലേക്ക് എത്തിച്ചത്. എനിക്ക് പറ്റില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് ഒന്ന് ചെയ്തു നോക്കട്ടെ എന്ന് പറയുന്നത്? നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ തന്നെ നേടിയെടുക്കണം. അത് എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം. ഞാൻ മുന്നേ ഇതുപോലൊരു പരീക്ഷ എഴുതിയതാണ്, എന്നിട്ട് ലിസ്റ്റിൽ വന്നിട്ടും പ്രയോജനമുണ്ടായില്ല, അതുകൊണ്ട് എനിക്ക് ഒരു മടുപ്പ് വന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നിങ്ങൾ? എങ്കിൽ ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാതെ പ്രിപ്പയർ ചെയ്തു നോക്കൂ. നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റാത്ത വിധം മുന്നേറുക. നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല, ഞാൻ ആകെ ബിസിയാണ്, പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഒരു കാര്യം തിരിച്ചറിയുക, ലൈഫ് ബിസി ആയിരിക്കുമ്പോൾ നമ്മൾ മാനസികമായി ആക്റ്റീവായിരിക്കും. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മുടെ ശ്രമം വെറുതെ ആവില്ല. ചില നിമിഷങ്ങളിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. വിജയത്തെ മുഖാമുഖം കാണാനുള്ള അതിയായ ആഗ്രഹം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാ ശ്രമങ്ങൾക്കും ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഫലം ഉണ്ടാകും. കാരണം നിങ്ങളത് അർഹിക്കുന്നു. ധൈര്യമായി മുന്നോട്ട് പോകുക. HST എക്സാം എഴുതുന്ന എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ.